ഇതായിരിക്കും അവസ്ഥ. കാലാവസ്ഥക്ക് ഞങ്ങളെ പോക്ക് ഇഷ്ടമില്ലാത്തോണ്ട് എന്താ പറയുക 8ന്റെ പണി എന്നിട്ടോ. അവിടെ എന്തായാലും മഴയില്ല. ഞങ്ങൾ പിന്നെ തോൽക്കാനായിട്ടില്ലാത്തോണ്ട് മുന്നോട്ട് പോയി. പുറത്തുകട്ട് ഇറങ്ങിയ വിശപ്പിന്റെ വിളികൾ തന്നാല് വരില്ല. ഞങ്ങൾ പൊറാട്ടയും ബീഫൊക്കെ കഴിച്ച് വൈബാക്കിയപ്പോഴാണ് അങ്ങോട്ട് ഫുള്ള് ബ്ലോക്ക് കിട്ടും. പെരുന്നാളായോണ്ട് തന്നെ കുട്ടികളും മക്കളും കൊണ്ട് എല്ലാരും മലയിലാണ് കേട്ടോ. ഇവിടെ ആവുമ്പോ പോക്കറ്റ് കയറാതെ വൈബടിച്ചിരിക്കാലോ. നിങ്ങൾ വന്നതല്ലേ, ഞങ്ങൾ പിന്നെ റൊമാൻറ്റിക് വിട്ടിട്ട് ഒരു കളിയില്ല കേട്ടോ. ഞങ്ങളെ ചുറ്റും കുറെ ആൾക്കാർ നോക്കിക്കണ്ട് ഞങ്ങൾ അതൊന്നും കാര്യാക്കിയില്ലേ. ഈ കാണുന്ന ആളുകളൊക്കെ മലയിൽ എന്തിനു വന്നാന്നാ എന്റെ സംശയം കേട്ടോ. ഞങ്ങളും എന്തിനു വന്നാൽ ഞങ്ങൾക്കും അറിയില്ല. അതുപോലെ വന്നത് തന്നെ ആയിരിക്കും. എവിടെ ഇരുന്നാലും ആളുകളാണ് കേട്ടോ. ഞങ്ങൾ നൈസായിട്ട് നാട്ടിൽ തിരിച്ചു. പിന്നെ മഴയാലും വെയിലാലും ഈ ഒരു മുതൽ ഞങ്ങൾക്ക് എപ്പോഴും വേണം എന്റെ ചായ. അതൊക്കെ തിരിച്ച് ഇക്ക ഓർഡർ കേട്ടെന്നുണ്ട്. നിസ്കരിക്കാൻ ഓടാണ് ഇന്നെ ഇവിടെ പുറത്താക്കിയിട്ട്. ഞാൻ എന്തായാലും ഇന്നത്തെ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറി. നിങ്ങൾ ഈ പോക്കിൽ അസുമ പോന്നിട്ടില്ല. ഓൻ ആകെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പടക്കം മതിയെന്ന്. അങ്ങനെ പടക്കം വാങ്ങി നേരെ വീട്ടിലെത്തി. ഓനോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സംഭവം മറന്നു. അതിന്റെ ദേഷ്യാണ് ഇപ്പൊ തീർക്കുന്നത്. തുണിന്റെ അടിയിൽ പൊന്തിക്കിയെന്ന് പറഞ്ഞു. ഏത് അവിടെ വിരിച്ച തുണിന്റെ അടിയിൽ പൊന്തിക്കിയെന്ന് പറഞ്ഞപ്പോ ഓന് സംഭവം കിട്ടിട്ടോ. ആ ഒരു സന്തോഷമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടോ. പിന്നെ ഓൻ പടക്കം പൊട്ടിക്കല്. പിന്നെ ഞാനും ഒന്ന് കുട്ടിക്കാലത്തേക്ക് പോയി. ഞമ്മക്കും പറ്റുമല്ലോ ഈ ഒരു വൈബൊക്കെ. തന്ത വൈബും തള്ള വൈബ് പറഞ്ഞ് നിന്നാ അങ്ങോട്ട് നിൽക്കുക. നമ്മളിതാ ഫുള്ള് എൻജോയ് ചെയ്തിട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ. അടുത്ത വീഡിയോ തന്നെ.